ഹലോ, ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഇമാം അഹ്ലുസുന്ന ഇമാം കുശൈരി എന്നിവർ മൗലിദ് ബിദ്അത്താണെന്ന് ഒരു മൗലവി പറഞ്ഞതായി കേട്ടു. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും വിശദീകരിക്കാം. വിശദീകരണം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സാധാരണ പറയാറുണ്ട്, രോഗി ആഗ്രഹിച്ചതും വൈദ്യർ നിർദ്ദേശിച്ചതും ഒന്നായി എന്നപോലെ ഒരു മുഖാമുഖ നാടകം ഈ അടുത്ത് നടന്നിരുന്നു. അപ്പോൾ അതിൽ ഒരു മൗലവി തട്ടിവിട്ട ഒരു കടുത്തൊരു വഞ്ചനയെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ആ മുഖാമുഖത്തിൽ നിന്ന് ആ വിഷയം കേട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ മുഖാമുഖത്തിൽ ആ മൗലവി ആ ജനങ്ങളെ പൊട്ടീസാക്കിയ ആ ഭാഗം, ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം മറുപടി പറയാം. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനായ അലിമാം അബ്ദുസ്സലാം അൽ ഖുശൈരി റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് ഫത്തിഖാദു മൗലിദിഹി മൗസിമ, ഈ ജന്മദിനത്തെ ഒരു ആഘോഷവേളയാക്കി സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ അപ്പോൾ നിങ്ങൾ കേട്ടു, അഹ്ലുസുന്നയുടെ പണ്ഡിതൻ ആരാണത്? കുശൈരി, അബ്ദുസ്സലാം അൽ ഖുശൈരി. ഏതാണ് ഈ അബ്ദുസ്സലാം ഖുശൈരി? നിങ്ങൾ ഈ മൗലവിനോട് ചോദിക്കണം, ഏതാണ് ഈ അബ്ദുസ്സലാം ഖുശൈരി? എൻ്റെ പേര് അബ്ദുസ്സലാം, പക്ഷെ അബ്ദുസ്സലാം ഖുശൈരി എന്ന് പറഞ്ഞ ഒരാളെ നമ്മളാരും കേട്ടിട്ടില്ല. അതേ സമയത്ത് ചരിത്രത്തിലുള്ള ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹം 376 അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പ് സലഫ് സാലിഹിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് ഒപ്പിച്ച് അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പൊ കുശൈരി എന്നത് അദ്ദേഹത്തിന് ഈ തട്ടിപ്പ് നടത്താൻ നല്ലൊരു സൗകര്യം കിട്ടി. കാരണം എന്താ, ഷുഖൈരി എന്നത് കുശൈരി എന്നാക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഈ രൂപത്തിലുള്ള അറിയാതെ നടത്തുന്ന കരിഞ്ചന്തകളാണ് ഈ മുഖാമുഖങ്ങളിലൂടെയൊക്കെ തട്ടിവിടുന്നത് എന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം തീരുമ്പോൾ ഓരോ ശ്രോതാക്കൾക്കും മനസ്സിലാകുമെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ശരിക്കുള്ളത് ആരാണ്? കുശൈരി എന്ന് പറയുന്നത് അബ്ദുൽ കരീം ഇബ്നു ഹവാസിൻ ഇബ്നു അബ്ദുൽ മലിക് അൽ ഖുശൈരി. അദ്ദേഹം ലോക പണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്. ഇദ്ദേഹം വായിച്ച ഈ പണ്ഡിതൻ ആരാണെന്നറിയോ? ഇദ്ദേഹം അബ്ദുസ്സലാം അൽ ഖുശൈരി അൽ ഹവാമിദി, മുഅസ്സിസുൽ ജംഇയ്യത്തി സലഫിയ്യത്തി ബിൽ ഹവാമിദിയ ബിമുഹാഫളത്തിൽ മിസ്റിലെ ജീസ എന്ന് പറയുന്ന പട്ടണത്തിൽ സലഫി പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ പണ്ഡിതൻ, സലഫി പണ്ഡിതനാണ് ഇദ്ദേഹം. അദ്ദേഹത്തെയാണ് കുശൈരി എന്ന് പറഞ്ഞ് ഒരു ചരിത്ര ഇമാമു അഹ്ലുസുന്ന എന്ന പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഇത് മാത്രമൊന്നുമല്ല അദ്ദേഹം നടത്തിയ തട്ടിപ്പ്. ഇനി വേറെയും ചില തട്ടിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ കൂടി നിങ്ങൾ കേൾക്കണം. ഇദ്ദേഹം മരിച്ചതാണ്, ഇദ്ദേഹം മരണപ്പെട്ടത്. ഇപ്പോ ഈ വായിച്ച ഷുഖൈരി എന്ന് പറയുന്ന ആള് മരണപ്പെട്ടത് ഈ അടുത്ത കാലത്ത് 1952. ഇത് പറയുന്നതിലേറെയൊക്കെ നല്ലത് ശരിക്ക് ഇവർക്ക് MCC മൗലവിയെ കുറിച്ചോ KM മൗലവിയെ കുറിച്ചോ പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം 60-70 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ അതേ സ്ഥാനത്തുള്ളവരായിട്ടാണ് ഞങ്ങൾ MCCയെയും വഖം മൗലവിയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ തട്ടിപ്പ് നടത്തുന്നതിലേറെ നല്ലത് ശരിക്ക് ക്ലിയറായി സ്വന്തം നേതാക്കന്മാരുടെ പേര് വായിക്കുകയായിരുന്നു നല്ലത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾ കേൾക്കുക. അനാചാരങ്ങൾ ഏതെല്ലാം സമുദായത്തിൽ വന്നുവോ അന്നെല്ലാം അതിനെതിരെ പണ്ഡിതന്മാർ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അന്ന് അതിനെതിരായി ഗ്രന്ഥങ്ങൾ തന്നെയും രചിക്കപ്പെട്ടിട്ടുണ്ട്. ചില കിതാബുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഇമാം അബൂ ശാമ റഹിമഹുള്ളയുടെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥമാണ്. ഏകദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പാണ് രചിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന ബിദ്അത്തുകൾ, അതിനു മുമ്പുള്ള ബിദ്അത്തുകൾ, ആ ബിദ്അത്തുകളെ ഓരോന്നായി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ബിദ്അത്താണ് എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചത് എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അതേപോലെ ഇമാം ശാത്തിബിയുടെ കിതാബുൽ ഇഅ്തിസാം ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത് തന്നെ. അതുപോലെ
ഇത് അൽ ബിദഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം മുഴുവനും നടക്കുന്ന ബിദ്അത്തുകളെ മൊത്തം ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ മാസങ്ങളിലായി മുഹറം മാസത്തിലെ ബിദ്അത്ത്, അതുപോലെ റബീഉൽ അവ്വലിലെ ബിദ്അത്ത്, റബീഉൽ ആഖിറിലെ ബിദ്അത്ത്, ഇങ്ങനെ ഓരോ മാസങ്ങളിലായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ബിദ്അത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സമുദായത്തെ ഉത്ബോധിപ്പിക്കാനായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത്. ഏറ്റവും ആധുനികമായി രചിക്കപ്പെട്ട ഖാമൂസുൽ ബിദ്അ എന്നാണ് പേര് തന്നെയും, അഥവാ ബിദ്അത്ത് ഡിക്ഷണറി എന്നർത്ഥം. ലോകത്തെവിടെയെല്ലാമുള്ള എന്തെല്ലാം ബിദ്അത്തുണ്ടോ ഈ ബിദ്അത്തുകൾ മുഴുവനും ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ഇതിനെതിരെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന പരാമർശങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖാമൂസുൽ ബിദ്അ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇവിഷയത്തിൽ കേട്ടല്ലോ, മുൻഗാമികളായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഏതായാലും അത് വായിച്ചത് വളരെ നന്നായിട്ടുണ്ട്. മഹാനായ ഈ 2 കിതാബ് വായിക്കുമ്പോൾ, ഒന്ന് അബൂശാമയുടെ ഈ പറയുന്ന അൽ ബായിസ് വായിക്കുമ്പോൾ ഈ ഇമാമിന്റെ പേര് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ഷാത്തുബിയുടേത് വായിക്കുമ്പോഴും കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 കിതാബ് വായിക്കുമ്പോൾ പേര് മാത്രമേ സ്ക്രീനിലുള്ളൂ. എന്താ കാരണം? മുൻഗാമികളുടെ കിതാബ് എന്നല്ല പറഞ്ഞാൽ, മുൻഗാമിയാവണമെങ്കിൽ എത്ര വർഷം കഴിയണം. അതുകൊണ്ട് ഈ മൗലവിമാർക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. നോക്കി, അദ്ദേഹം വായിച്ച ഈ ഗ്രന്ഥാണ് അൽ ബായിസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സർട്ടിഫൈ ചെയ്തു 4 ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ 4 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ എല്ലാ ബിദ്അത്തുകളും അതിലുണ്ടാകും. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ 4 ഗ്രന്ഥം മൗലവി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം വായിച്ച ഗ്രന്ഥമാണ് അബൂശാമൽ മഖ്ദിസിയുടെ ഈ ഗ്രന്ഥം. ഇദ്ദേഹം ജനിക്കുന്നത് 596 ജനിക്കുന്നത് അബൂശാമൽ മഖ്ദിസി. അദ്ദേഹത്തിന്റെ അതേ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഫൽ ബിദ്ഉൽ ഹസനത്തു, നല്ല ബിദ്അത്ത്, നല്ല ആചാരം, മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ, അത് ചെയ്യൽ അനുവദനീയമാണെന്ന കാര്യത്തിൽ ലോകത്തെ ഒരു പണ്ഡിതന് പോലും തർക്കമില്ല. എങ്ങനെയുണ്ട് ബിദ്അത്ത് പരിചയപ്പെടുത്തിയ കിതാബ്? ഇനി കേട്ടോളൂ, നബിദിനത്തെ കുറിച്ചും പറയുന്നുണ്ട്, അതും വിട്ടിട്ടില്ല. ഞാൻ ആലോചിച്ചു പോവുകയാണ്, നബിദിനത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ ഒരു കിതാബ് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അതിലെങ്കിലും നബിദിനത്തെ വിമർശിക്കണ്ടായിരുന്നു. പക്ഷേ നോക്കൂ നിങ്ങൾ, മാത്രമല്ല പണ്ഡിതന്മാർക്ക് ബിദ്അത്ത് ഹസനത്ത് എന്നത് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഇങ്ങനെയുള്ള കിതാബ് തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം ചെയ്യേണ്ടോളൂ, നല്ല നിയ്യത്ത് വേണം. റസൂലുള്ളാഹിനെ തഅ്ലീം ചെയ്യാന്ന് കരുതണം. അല്ലാതെ റസൂലുള്ളാഹിനെ ഇഹാനത്ത് ചെയ്യുകയോ അലങ്കോലപ്പെടുത്താനോ നിങ്ങൾ ആ റാലിയിലേക്കും മറ്റുള്ളേക്കും വരരുത്. പക്ഷെ നല്ല ഉദ്ദേശം വെച്ച് വന്നാൽ മതി, കൂലി കിട്ടും എന്നതിൽ പണ്ഡിതന്മാർക്ക് ഒരേ അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ പുറത്ത് കിടക്കുന്ന നമ്മുടെ വരക്ക് പുറത്തുള്ളവരാരെന്ന് മനസ്സിലായില്ലേ? മുസ്ലിം ലോകത്തിന് പണ്ഡിതർക്ക് ഒരേ അഭിപ്രായമേ ഉള്ളൂ. വഹിയ, ഏതാണത് എന്നറിയുമോ? കുല്ലു മുബ്തദഇൻ മുവാഫിഖിൻ ലിഖവാഇദി ശരീഅ. ഇവിടെ നമ്മുടെ ആമുഖ പ്രഭാഷണം മുതൽ തുടങ്ങി വെച്ച ശർഇന്റെ കായിദകളോട് അവിടെ പഠിക്കേണ്ടത്. അതിനാണ് ഈ ഗ്രന്ഥമൊക്കെ പഠിക്കുന്നത്. ശർഇന്റെ കായിദകൾ എന്നാ പറഞ്ഞിട്ടുള്ള കായിദകളോട് അനുസരിച്ച് വരുന്ന പിന്നെ ബിദ്അത്തുകൾ, ശർഇന്റെ കായിദകളോട് ഒന്നിനോടും എതിരാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, നമ്മുടെ ഈ കാലത്ത് പുതിയതായി, അതല്ലെങ്കിൽ ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് എന്ന് വരൂലട്ടോ, മൗലവി തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും ബിദ്അത്ത് ഹസനത്ത് സയ്യത്ത് എന്ന് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലുഗവിയായ ബിദ്അത്താണ് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫതാവ ഉദ്ധരിച്ച് അതേ മൗലവി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രയോഗിച്ച ബിദ്അത്തുകളൊക്കെ ഹസനത്ത് സയ്യത്ത് എന്ന് പറയാൻ വേണ്ടി ബിദ്അത്ത് എന്ന് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ലുഗത്താണ്. അതേ സമയത്ത് ലുഗവിയായ ചർച്ചയല്ല, ശർഈയായ ചർച്ചയിൽ വരുമ്പോൾ നബിദിനം ബിദ്അത്തേ അല്ലേ അല്ല. ആര് പഠിപ്പിച്ചു? മൗലവി നമുക്ക് പരിചയപ്പെടുത്തി തന്ന കിതാബിൽ ഇതാ പറയുകയാണ്, വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിന മിൻ ഹാദൽ ഖബീൽ.
ശറഇന്റെ ഖായിദകളോട് യോജിച്ചുകൊണ്ട് ഇന്നുള്ള ബിദ്അത്താണ് മാ കാന യുഫ്അലു ബിമദീനതി ഇർബൽ എന്ന് പറയുന്ന പട്ടണത്തിൽ ആ കാലത്ത് നടന്നു വരുന്ന മഹാമൗലിദ് സദസ്സുകൾ കുല്ല ആമിൻ ഓരോ വർഷവും ഫി യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോട് യോജിച്ച ദിവസം എല്ലാ വർഷവും നടത്തി വരുന്നത് മിനസ് സദഖാതി വൽ മഅറൂഫി വഇദ്ഹാരി സീനതി വസ്സുറൂർ. തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു അലങ്കരിക്കണം, റോഡ് അലങ്കരിക്കണം, പള്ളി അലങ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ നല്ല കർമ്മമാണ്. മാത്രമല്ല പറയുന്നു വകുല്ല ആമിൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ വലിയ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശറഈയല്ല, അതേതാണ് ലുഗവിയാണ് ബിദ്അത്ത് എന്ന് പ്രയോഗിച്ചത്. ശറഈലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ബിദ്അത്ത് എന്ന പരാമർശമേ ഇല്ല. ഇത് നമുക്ക് മൗലവി പരിചയപ്പെടുത്തിയതാ. ഇനി നിങ്ങൾക്ക് വേറെ ഒരു മൗലവിയെ കുറിച്ച് ഇദ്ദേഹം പരിചയപ്പെടുത്തിയ 3 ഗ്രന്ഥം ഉണ്ടല്ലോ, അടുത്ത അദ്ദേഹം പരിചയപ്പെടുത്തിയത് അൽ ബിദ്ഉൽ ഹൗലിയ എന്ന 2ാമത്തെ ഗ്രന്ഥം. നോക്കി നിങ്ങൾ, 3ാമത് എണ്ണിയ ഗ്രന്ഥം ഏതാണ് ആ ഗ്രന്ഥം? ഞാൻ പറയാം, അതിലേറെ നല്ലത് ഇയാൾക്ക് മുൻഗാമികളുടെ കിതാബ് എന്നാ പറയുന്നത്. പച്ചക്കള്ളം പറയുന്നു. ഇതാണോ ഈ സമൂഹത്തിന് മുന്നിൽ ദീനിന്റെ പ്രബോധകരായി വന്നുകൊണ്ട് ഈ സമൂഹത്തിനെ പഠിപ്പിക്കുന്നത്? പച്ചക്കള്ളം. ഇയാൾ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഇദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ച ഈ അൽ ബിദ്ഉൽ ഹൗലിയ എന്ന ഗ്രന്ഥം രചിച്ച ആള് ആരാണ്? അബ്ദുൽ അസീസ് ഇബ്നു സാലിഹ് അത്തുവൈജിരി, ദാഇയത്തുൻ സഊദിയ. സഊദിയിൽ ഒരു ദായിയാണ് അദ്ദേഹം. ഇഖ്താറൽ ആഫ്രിക്കയിൽ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രബോധനം ഏറ്റെടുത്ത്, ഇനി അതുമല്ല IS അന്വേഷിച്ചു പോയതോ ആടിനെ അന്വേഷിച്ചു പോയതെന്നറിയില്ല, ഏതായാലും അവിടെ വെച്ച് 2018 അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച ഈ തുവൈജിരിയുടെ കിതാബാണ് സമൂഹത്തിന് മുൻഗാമികളുടെ കിതാബ് എന്ന് പറഞ്ഞ് അൽ ബിദ്ഉൽ ഹൗലിയ എന്ന് പറഞ്ഞ് ഈ മൗലവി പഠിപ്പിക്കുന്നത്. സാധാരണക്കാര് മനസ്സിലാക്കണം, നിങ്ങൾക്കിത് മുൻഗാമികളുടെ ഗ്രന്ഥമാണെന്നോ പിൻഗാമികളുടെ ഗ്രന്ഥമാണെന്നോ അറിയില്ല. പക്ഷേ പണ്ഡിതർ ഇത് കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ പേര് മാത്രം പിടിച്ച് ആള് എഴുതിയ ആളുടെ പേര് നിൽക്കുന്ന ഭാഗം മറച്ചു വെച്ച് കാണിക്കുകയാണ്. ഇതിനല്ലേ നമ്മൾ ദജ്ജാലിയങ്ങൾ എന്ന് പറയുക? അപ്പോ അതൊരു കിതാബ്. അതുപോലെ അടുത്ത് അദ്ദേഹം പറയുന്നത് അൽ ഖാമൂസുൽ ബിദ്അ. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം, ആ മനുഷ്യനാണ് അത് രചിക്കുന്നത്. 1999 ജോർദാനിൽ മരണപ്പെട്ടു പോയ അൽ ഖാമൂസുൽ ബിദ്അ എന്ന് പറഞ്ഞ ഗ്രന്ഥം രചിച്ചത് അത് അൽബാനിയാണ്. ഇവരാണോ മുൻഗാമികൾ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്കിതാ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഗ്രന്ഥങ്ങൾ ഏതാണെന്നറിയോ? ഇത് ഹിജ്റ 400-ലും 500-ലും രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങൾ മുൻഗാമികളുടെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ 73 പേജ് കക്ഷികളെയും പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. ഇതൊക്കെ ആരാണ് ഈ കക്ഷികൾ എന്നറിയുമോ? ഞാൻ ഇപ്പോൾ വായിച്ച അതേ ഗ്രന്ഥത്തിന്റെ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള അബൂശാമയുടെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥവും കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇദ്ദേഹം ജനിക്കുന്നത് നമുക്കറിയാം 577 ജനിച്ച ഇസ്ബിൻ അബ്ദുസ്സലാമിന്റെ കിതാബാണ് ഈ കാണുന്നത്, അർ-റസായിലു ഫി തൗഹീദ് എന്ന ഗ്രന്ഥം. നിങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ജമീഉൽ മുബ്തദിഅ, എല്ലാ പുത്തൻവാദികളും യസ്ഉമൂന അന്നഹും അലാ മദ്ഹബി സലഫ്, ഞങ്ങൾ സലഫിന്റെ മദ്ഹബാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരാറുള്ളത് എന്ന് പറയുന്നത്. ഇതേ നിങ്ങൾ വായിച്ച അബൂശാമയുടെ ഉസ്താദ് ഇസ്ബിൻ അബ്ദുസ്സലാം ഇതിൽ നിങ്ങളുടെ വികലവാദവും കൂടെ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് ഞാനിവിടെ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇത്തരം തട്ടിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവരൊക്കെ ദജ്ജാലിയങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സത്യവും അസത്യവും കൂട്ടി കലർത്തി സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ചോദ്യകർത്താവിന് അതിന്റെ ഉത്തരം